ഹായ്. ഔട്ട്ഫിറ്റ് ഇടുന്ന സമയത്ത് നമുക്കൊരു കോൺഫിഡൻസ് കുറവുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ ഒരു ഇന്നർ അല്ലാന്ന് തോന്നുന്നുണ്ടോ? അതും നമുക്ക് എന്താ പറയുക, ഒരു നമ്മളുടെ ബ്രസ്റ്റ് കാരണവും നമ്മളുടെ കപ്പ് സൈസ് കാരണവും നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറവാണെന്ന് തോന്നിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹായ് ഓൾ, ഹെർസ് ആൻഡ് ബേബീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആ പ്രോഡക്റ്റ് എന്താണെന്ന് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉള്ളവർക്കാണ്. അതായത് ഒരു മിനിമൈസർ കാറ്റഗറിയിൽ വരുന്നതാട്ടോ. അപ്പോൾ മിനിമൈസർ എന്ന് പറയുന്നത്, നമ്മൾ മിനിമൈസർ ബ്രാ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഇനി ഇതിനകത്ത് പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എപ്പോഴും നമ്മളുടെ ഡ്രസ്സ് ഇടുന്ന സമയത്ത് നമ്മളുടെ ഒരു ഹെവി ബ്രസ്റ്റ് ആണ് നമുക്ക് എന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറവ് ഫീൽ ചെയ്യാറുണ്ട്. ഇനി ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് പറയാറുണ്ട് കേട്ടോ, ഒരു കോൺഫിഡൻസ് കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്ത പ്രോപ്പർ ഒരു ഇന്നർ കിട്ടിയപ്പോഴാണ് നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യലും അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടിയതും എന്നൊക്കെ പറയാറുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ ഈ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. ചിലരുടെയൊക്കെ ശ്രദ്ധിച്ചറിയാം, വളരെ കൊച്ചിലെ തൊട്ട് അല്ലെങ്കിൽ ആഫ്റ്റർ മാരേജ് ഒരു പ്രഗ്നൻസി ഒക്കെ കഴിയുമ്പോൾ ഒരു ബ്രസ്റ്റിൻ്റെ സൈസ് കാരണം അവരൊന്ന് പയ്യെ കൂനി അല്ലെങ്കിൽ ഒരു ഷോൾഡർ ഇങ്ങനെ നല്ലൊരു വിരിഞ്ഞ് നിൽക്കാത്ത ഒരു രീതിയിലേക്കൊക്കെ നിൽക്കുന്ന പലരെയും നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് അവരുടെ ആ ഒരു ബ്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ, അല്ലെങ്കിൽ അവർക്ക് ഒരു ഉള്ളിൽ തന്നെ ഒരു ഫീലാണ്, ദൈവമേ എനിക്ക് ഒത്തിരി ഫ്രണ്ട് ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഒരു പ്രോപ്പറായിട്ട് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ഫീലൊക്കെ വരും. അപ്പോൾ മിനിമൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 തൊട്ട് 2 ഇഞ്ച് വരെ നമ്മുടെ ബ്രസ്റ്റിനെ റെഡ്യൂസ് ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അത് കൂടുതലായിട്ട് കംപ്രസ് ചെയ്തിട്ടാണോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എങ്ങനെയാണ് നല്ല ടൈറ്റ് ഫിറ്റ് ആയിട്ടാണോ എന്നൊക്കെ വിചാരിക്കും. അല്ല, ഇതെല്ലാം അവരെ നിലനിർത്തുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മിനിമൈസറിൽ ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറി ബ്രായിൽ നിലനിർത്തുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ കാര്യത്തിലാണ് അതെല്ലാം കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ എല്ലാ ബ്രായും നമുക്ക് വേണമെങ്കിൽ മിനിമൈസർ എന്ന് പറഞ്ഞാൽ പോരെ. അല്ല, മിനിമൈസർ എന്ന് പറയുന്നതിന് യൂസ് ചെയ്യുന്ന അതിൻ്റെ ഫാബ്രിക്കിനകത്ത് അടങ്ങിയിരിക്കുന്ന ക്വാളിറ്റി വൈസാണ്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിലും നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലാവുമെന്നറിയില്ല. ഇപ്പം GSM എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഫാബ്രിക്കിൻ്റെ ഇഴയില്ലേ, ആ ഇഴയുടെ ഖനവും കാര്യങ്ങളും കൊണ്ടാണ് കേട്ടോ അതൊക്കെ അങ്ങനെ പറയണം. അപ്പം ഞാനത് കൂടുതലായിട്ട് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അതൊക്കെ എന്താ എന്നൊന്നും മനസ്സിലാവില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാം. അപ്പം ആ ഒരു ഫാബ്രിക് ഒക്കെ യൂസ് ചെയ്താണ് നമുക്കൊരു മിനിമൈസർ കാറ്റഗറിയിലേക്ക് ഒരു ഇന്നർ കൊണ്ടുവരുന്നത്. പിന്നെ മിനിമൈസർ കാറ്റഗറി നമ്മളോട് ചോദിക്കണവരുണ്ട്, 500 രൂപയ്ക്ക് കിട്ടുമോ, 300 രൂപയ്ക്ക് കിട്ടുമോ എന്നൊക്കെ. ആ കാറ്റഗറിയിൽ കൊണ്ടുവരുന്ന ഇനി അടുത്തുള്ള കടകളിൽ അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം അതൊരു ക്വാളിറ്റി വൈസ് അത് ഗുണം ചെയ്യുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു റേഞ്ച് വൈസിൽ വരുമ്പോൾ നമുക്ക് അത് നമ്മുടെ പർപ്പസ് മീറ്റ് ആവണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് അത്രയും നല്ല ക്വാളിറ്റിയിലും അത്രയും ഞാൻ പറഞ്ഞില്ലേ ഫാബ്രിക്കിൽ വരുന്ന മാറ്റങ്ങളിലുമാണ്. പിന്നെ മിനിമൈസ് ഞാൻ പറഞ്ഞില്ല, നമുക്ക് വൺ സൈസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. വൺ സൈസ് മിനിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 38 C ഇടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ഒരു മിനിമൈസ് ലെവലിലേക്ക് ഒരു 36 C അല്ലെങ്കിൽ അങ്ങനെ. അതെന്തുകൊണ്ടാണെന്നറിയാവോ? അതിന് മെയിനായിട്ടും കവറേജ് അതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ കവറേജ് വരാണ്ട് നമ്മളുടെ ഫ്ലഷും കാര്യങ്ങളൊക്കെ ഉള്ളിലേക്ക് പോയി നമ്മളുടെ ബ്രസ്റ്റിന് ഷേപ്പ് കിട്ടാതെ നമുക്ക് ഒരിക്കലും
ആ ഒരു ഷേപ്പ് എന്താ പറയുക, നമുക്കൊരു 1 ഇഞ്ച് കുറഞ്ഞതായിട്ട് തോന്നിക്കത്തില്ലല്ലോ. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്യാവശ്യം നമുക്ക് നല്ല കവറേജും കാര്യങ്ങളാണ്. പിന്നെ അവർ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞത് ഇതാണ്. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഫാബ്രിക് എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണ് അത് യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ നമുക്ക് ഹെവി ബ്രസ്റ്റ് ഒക്കെ ആയിട്ടുള്ളവർക്കും ബിഗ് കപ്പ് സൈസ് ആയിട്ടുള്ളവർക്കും നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാഡഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊരു പാഡഡ് ബ്രായ ഒന്നും അല്ല കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അകത്ത് ആ ഒരു മോൾഡിങ് കൊടുത്തിട്ട് ആ ഒരു ബ്രസ്റ്റിനെ നല്ലതായിട്ട് ഷേപ്പ് വരുത്തി അങ്ങനെയാണ് അത് അവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹുക്കിൻ്റെ കാര്യത്തിൽ നോക്കിയാലും ഹുക്ക് നല്ല ക്വാളിറ്റിയുള്ള പ്രീമിയം ക്വാളിറ്റി എന്ന് തന്നെ പറയാൻ പറ്റും. പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഹുക്കാണ് കൊടുത്തിരിക്കുന്ന സപ്പോർട്ടിനും കാര്യങ്ങൾക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ട് പോർഷൻ വന്നു കഴിഞ്ഞാൽ നോക്കി അറിയാം. കാരണം നമുക്ക് കവറേജ് വേണ്ട ഭാഗം എന്നൊക്കെ പറയാം, നമ്മുടെ ക്ലീവേജ് പോർഷൻ, നമ്മുടെ അണ്ടർആർമിൻ്റെ അവിടെയൊക്കെയാണ് നമുക്ക് കവറേജ് വേണ്ടത്. അപ്പം അതൊക്കെ ഫുൾ കവർ ചെയ്തുകൊണ്ടാണ് നല്ല രീതിയിൽ അത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ചൂടും കാര്യങ്ങളും. അപ്പോൾ നമുക്കൊരു എലാസ്റ്റിക്കിൻ്റെ പ്രോബ്ലം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി നേരം നമ്മൾ ഇടുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു എലാസ്റ്റിക് ഉണ്ടെന്ന് വിചാരിച്ച് ഒരു ഇച്ചിങ് ഉണ്ടാവോ അങ്ങനെയുള്ള വെറീസ് ഒന്നും ഇതിനകത്ത് വരണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഇന്നർ ഇലാസ്റ്റിക് ആയിട്ടാണ് പോയേക്കുന്നത്. നല്ല വീതിയുള്ള ഒരു ബാൻഡാണ്. ബാൻഡിൻ്റെ സൈസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. കണ്ടോ, ഇതേപോലെയാണ് ബാൻഡിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത്, ഇതേപോലെ. പിന്നെ ബാക്കി കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റൈലിഷ് ഒരു ഇതിന് വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ സ്ട്രാപ്പും അത്യാവശ്യം വീതി കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെയാണ് സ്ട്രാപ്പും കാര്യങ്ങളും വീതി കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഷോപ്പിൽ ഇഷ്ടം പോലെ പല എന്താ പറയുക വെറൈറ്റീസ് ഓഫ് മിനിമൈസേഴ്സ് ഉണ്ട്, അതേപോലെ ഫുൾ കവറേജ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മുടെ ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്ത് എടുത്തിട്ട് പോകാൻ പറ്റും. അതേപോലെ തന്നെ ഇനി അതല്ല ദൂരെ ഉള്ളവരാണ്, എപ്പോഴും ഒന്നും ഷോപ്പിലേക്ക് വരാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും തന്നെ അല്ലെങ്കിലും ദൂരത്തുനിന്ന് വരുന്നവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഫെസിലിറ്റി നമ്മൾ ഇപ്പോഴും ഉണ്ട്. ഓൺലൈനിലുള്ള നമ്പറാണ് നമ്മൾ വാട്സപ്പിലായിട്ട് കാണിക്കുന്നത്. അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷോപ്പാണെന്നുണ്ടെങ്കിൽ വരുന്നത് ആലുവയിലാട്ടോ വരുന്നത്, നിയർ ചുണങ്ങമ്പേലി രാജഗിരി ഹോസ്പിറ്റലിന് അടുത്തായിട്ട് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഞാൻ പറയാം. ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് 950 റുപ്പീസാണ് ഈ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത്. നമ്മളിത് ഡി കപ്പിലുള്ളവർക്കാണ് വെച്ചിരിക്കുന്നത്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ഡി കപ്പിലേ ഉള്ളൂ. 34D തൊട്ടിട്ട് 40D വരെ ആട്ടോ നമുക്ക് ഷോപ്പിൽ റെഡി ടു ഡെസ്പാച്ച് ആക്കി വെച്ചിരിക്കുന്നത്. ഓർഡർ പ്ലേസ് ചെയ്യാനാണെങ്കിൽ ഓൺലൈനിൽ ഓർഡർ പ്ലേസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണിക്കുന്ന വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസും കാര്യങ്ങളും മെൻഷൻ ചെയ്ത് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ കൂടുതൽ പ്രോഡക്ട്സ് നമ്മുടെ അറിയാനായിട്ട് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.